അതായത് ഇത് വെയിറ്റ് ലോസ് ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ട് ഒരു ലോഡ് എടുത്തിട്ട് ഇങ്ങനെ നോ, ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ ആക്ച്വലി ഇതെൻ്റെ ഒരു ജേണി ആയിട്ടൊക്കെ എന്താ പറയുക ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു എനിക്ക്. പക്ഷെ എനിക്കിത് റിസൾട്ട് കിട്ടുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഒരു ലോഡ് മെസ്സേജസ് ആണ് എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും മെയിലും ആയിട്ട് വന്നുകൊണ്ടിരുന്നിരുന്നത്. കാരണം പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ചോദിച്ചുകൊണ്ടും ഈ പ്രൊഡക്റ്റിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടും ഒരു ലോഡ് മെസ്സേജസ് ആണ്. 1000+ മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല. പിന്നെ ചോദിക്കുന്നതാണെങ്കിൽ ഭയങ്കര വാല്യുവബിൾ ആയിട്ടുള്ള ഡൗട്ട്സും ആണ്. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലേറ്റായി പോയി, കുറച്ചുകൂടെ നേരത്തെ ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴാണ് ഗൈസ് ഇതിനൊക്കെ ഒരു ടൈം കിട്ടിയത്. കാരണം കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. കാരണം ഷടവടേന്ന് പറഞ്ഞ് പോണ ഒരു പ്രൊഡക്റ്റ് അല്ല ഇത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. സോ അപ്പം നമുക്ക് ഇനി ലേറ്റ് ആക്കണ്ട. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്ന കീറ്റോ ഫാറ്റ് ബേണർ, അതായത് നമ്മുടെ വെയിറ്റ് ലോസ് മിറാക്കിൾ ടാബ്ലറ്റിൻ്റെ റിവ്യൂ വീഡിയോ തന്നെയാണിത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അതായത് ഈ ഒരു ടാബ്ലറ്റിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തു, ഒരു നൈറ്റ് ആംബിയൻസിൽ നൈറ്റ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് തീരെ ഒരു തൃപ്തി കിട്ടുന്നില്ല ഗൈസ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 10-20-30 മിനിറ്റ് എന്തോ ഞാൻ ഇതിനെപ്പറ്റി വാദോരാതെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ടതോ കുഴപ്പമില്ല, പക്ഷെ ക്ലാരിറ്റി വൈസ് എനിക്ക് തീരെ പറ്റില്ല ഗൈസ്. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ വിടൂല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ആകെ ഒരു വെയിറ്റ് ലോസ് ടാബ്ലറ്റിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ടാബ്ലറ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. ഞാനങ്ങനെ ഒരു ലോഡ് ഇത് കഴിച്ചാൽ വണ്ണം കുറയും, ഇത് കഴിച്ചാൽ വണ്ണം വെക്കുമെന്നും പറഞ്ഞിട്ട് ടാബ്ലറ്റ്സ് ഒന്നും കാണിക്കാറില്ല. ഈ ഒരു ടാബ്ലറ്റ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കീറ്റോ ബേണർ ടാബ്ലറ്റ്സിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. സോ without any further delay let's get to the വീഡിയോ. അടുത്ത് കുറേ പേര് ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഐ ഹാവ് ഡൺ ഗൈസ്, ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതിന് മുന്നായിട്ട് ഐ ഹാവ് ടു ചെക്ക് ദാറ്റ് ഇത് എത്ര കാലം ലോങ് ലാസ്റ്റ് ചെയ്യും, എത്രത്തോളം കാലം ലോങ് ലാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എത്ര കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്, കീറ്റോ ഫാറ്റ് ബേണർ ടാബ്ലറ്റ്സ്. ഫസ്റ്റിലെ തന്നെ, അതായത് ഈ ടാബ്ലറ്റിന്റെ റിവ്യൂ പറയുന്നതിന് മുന്നായിട്ട് തന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോണത്. കാരണം ഇങ്ങനത്തെ ടാബ്ലറ്റ്സിന്റെ ഒക്കെ ഡിസ്ക്ലൈമർ അല്ലെങ്കിൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങേണ്ടത്. കാരണം ടാബ്ലറ്റ്സ് ആണ്, ഫുഡല്ല. കഴിച്ചുകൊണ്ട് എന്താ പറയാ, ഫുഡ് കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ഡയറ്റിങ്ങിൻ്റെ പരിപാടിയോ ഒന്നുമല്ല. ഇതൊരു ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഐ ഹാവ് ദ റെസ്പോൺസ് ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്ക്ലൈമർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ തുടങ്ങുന്നതായിരിക്കും വിൽ ബി ബെറ്റർ. സോ ഇതൊരു വെജിറ്റേറിയൻ ടാബ്ലറ്റ്സ് ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി വേഗനാണ്. അതായത് കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇത് യൂസ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ബിഫോർ യു സ്റ്റാർട്ട് യൂസിങ് ദിസ് യു ഹാവ് ടു നോ സം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്. സോ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇത് 18 ഏജ് ബിലോ ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യരുത്. ഓക്കെ, അതായത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഈ ടാബ്ലറ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്കുള്ള മെയിൻ വാർണിംഗ് ആണിത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യരുത്. ഓക്കെ, അത് മെയിൽ ഫീമെയിൽ ജെൻഡർ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ 18 വയസ്സിന് താഴെയാണോ നിങ്ങളത് ഒരിക്കലും യൂസ് ചെയ്യരുത്. പിന്നെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്ലിം ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇത് എടുത്ത് യൂസ് ചെയ്യരുത്. കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സ്ലിമ്മറിന് വേണ്ടിയിട്ട് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലിമ്മർ ആയിട്ടുള്ള ആൾക്കാർ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര സൈഡ് എഫക്റ്റ് ആയിരിക്കും. സോ
യു ഡോണ്ട് ട്രൈ ദിസ് ടാബ്ലറ്റ്. ഓക്കെ ഗൈസ്, അതാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത്, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി മെയിൻ കാറ്റഗറിയാണ്. ഈ ഒരു സംഭവം തന്നെയാണ് എനിക്ക് കൂടുതൽ പേരും ഇൻബോക്സിൽ ചോദിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ തന്നെയാണ്, അതായത് pregnant women's don't use this. Okay, don't use this. Okay, നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, ഇത് യൂസ് ചെയ്യാനേ പാടില്ല. ആൻഡ് പോസ്റ്റ് പീരിയഡ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു 1 year ഗ്യാപ്പ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്ത് തുടങ്ങാവുള്ളൂ, അല്ലാണ്ട് യൂസ് ചെയ്ത് തുടങ്ങരുത്. അപ്പോൾ ഈ 3 കാറ്റഗറിയാണ് നമുക്കിതിൽ എന്താ പറയുക, ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് 18 ഏജ് ബിലോ ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ സ്ലിമ്മർ ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ആൻഡ് പ്രഗ്നൻസി വിമൻസ് ഡോണ്ട് യൂസ് ദിസ്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ഈ ഒരു ടാബ്ലറ്റ് ഐ ഹാവ് ഹിയർഡ് ദിസ് ഫ്രം മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ടാബ്ലറ്റ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അതായത് അവൾക്ക് പറയുമ്പം ഓവർ വെയിറ്റ് ആണ്, ഭയങ്കര ഓവർ വെയിറ്റ് ആണ്. അതായത് 90 സംതിങ് എങ്ങാണ്ടുണ്ട് വെയിറ്റ്. അതായത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അല്ല, ഏജിനനുസരിച്ചുള്ള വെയിറ്റ് അല്ല. അതാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല ആളുടെ വെയിറ്റിനെ പറ്റിയിട്ട്. അതായത് ഭയങ്കര ഓവർ വെയിറ്റ് ആണ്, ഭയങ്കര ഓവർ വെയിറ്റ്. നമ്മളെപ്പോലെ അല്ല, ശരിക്കും ഫുഡ് പോലും കഴിക്കൂല, എന്നിട്ടും വെയിറ്റ് കൂടുന്ന ഒരു തരം ഹോർമോണൽ ഇംബാലൻസ് കാരണമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് കാരണമാണ് ഷീ വാസ് ട്രൈഡ് ഓൺ ദിസ്. അങ്ങനെ ട്രൈ ചെയ്ത് അവൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. എന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ, എടാ ഞാൻ ഇങ്ങനെ ടാബ്ലറ്റ് ട്രൈ ചെയ്ത് എനിക്കങ്ങനെ റിസൾട്ട് കിട്ടി, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഇതിൻ്റെ റിവ്യൂ ഇട്ടോ. കാരണം എന്നെപ്പോലെ ഇങ്ങനെ ഓവർ വെയിറ്റ് ഉള്ള കാരണം ഭയങ്കര വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഇത് ഹെൽപ്പ് ആവുമല്ലോ. വീഡിയോ ഇടുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് സെറ്റാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടാബ്ലറ്റ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഐ ഹാവ് ഓർഡേർഡ് ദിസ് ഫ്രം ആമസോൺ തന്നെയായിരുന്നു. കുറച്ച് പ്രൈസി ആണ്, പക്ഷെ അതിനനുസരിച്ച് നല്ല റിസൾട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് മേടിച്ച് ട്രൈ ചെയ്ത് ഒരു വിത്തിൻ 2 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര റിസൾട്ട് വന്നു കേട്ടോ. അതായത് ഞാൻ ഫുഡൊന്നും കൺട്രോൾ ചെയ്യാതെ, ഡയറ്റ് ചെയ്യാതെ, വർക്കൗട്ട് ചെയ്യാതെ, എക്സസൈസ് ചെയ്യാണ്ട്, അതായത് മര്യാദ പണിയെടുക്കാണ്ട് എനിക്ക് നല്ല രീതിക്ക് വെയിറ്റ് കുറഞ്ഞു വന്നു. അപ്പോഴാണ് ഞാൻ ഞെട്ടിയത്, ഇത് എന്താ സംഭവിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ടാബ്ലറ്റ് ശരിക്കും ഒരു മിറാക്കിൾ തന്നെയാണെന്ന്. അങ്ങനെയാണ് ഞാൻ ഒന്നും നോക്കാണ്ട് റീൽസും ഷോർട്സും അപ്ലോഡ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള വെയിറ്റ് കിട്ടി. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു വെയിറ്റിലോട്ട് എത്തി. അപ്പോൾ എനിക്കിനി കുറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. സോ ഇതാണ് ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത്, കീറ്റോ ഫാറ്റ് ബേണർ. നിങ്ങൾ കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ടാബ്ലറ്റ് ആണ് കേട്ടോ, കംപ്ലീറ്റ്ലി വേഗൻ ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നോ സൈഡ് എഫക്ട്സ് ആണ്, അതായത് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. പിന്നെ കഴിക്കാൻ പാടില്ലാത്ത ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അല്ലാത്തവർ മാത്രമേ കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എസ്പെഷ്യലി നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി. ഇത് എങ്ങനെ ഇൻടേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ പിന്നെ കുറേ പേർക്ക് ഇതിൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണ്, വേഗൻ ആണ്. ഇതിന് ഒരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല കേട്ടോ. അതായത് ഇത് നിങ്ങളുടെ ബോഡിയിൽ ഒരു തരത്തിലുള്ള ബാഡ് ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണില്ല. അങ്ങനെയാണ് നമ്മുടെ ബോഡി വെയിറ്റ് മാനേജ് ചെയ്യണത് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റൻ ഇംപ്രൂവ് ചെയ്യും. അതായത് നമ്മൾ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇൻകറക്ഷൻ കൊണ്ടായിരിക്കാം നമ്മുടെ കഴിച്ച ഫുഡ് മര്യാദക്ക് ദഹിച്ച് പോയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പം അതൊക്കെ ഒരു ഓവർ വെയിറ്റിനുള്ള മെയിൻ കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും, ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അതിനൊരു കാരണമാണ്. അതായത് ഓവർ ഫാറ്റ് ഡെപ്പോസിഷൻ, ഇത് കാരണമൊക്കെയാണ് നമ്മൾ ഓവർ വെയിറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റൻ ഇംപ്രൂവ് ചെയ്യും. അതായത് ദഹനം കൂട്ടും. ഓക്കെ, ദഹനം കൂട്ടി കഴിഞ്ഞാൽ അറിയാലോ, നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. അതായത് വെയിറ്റ് ലോസ് ടാബ്ലറ്റ് കഴിച്ചു എന്ന് വെച്ചിട്ട് കേട്ടിട്ടില്ലേ, വെയിറ്റ് കുറയല്ലേ നമുക്ക്, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി ലോസ് ഫീൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലല്ലേ, ഒരു ക്ഷീണം പോലെയൊക്കെ. പക്ഷെ ഈ ഒരു ടാബ്ലറ്റിന് അങ്ങനെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ മെറ്റബോളിസം അതുപോലെ തന്നെ ഡൈജഷൻ ബൂസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എനർജി ബൂസ്റ്റിനുള്ള ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട്. പിന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, കീറ്റോ ഫാറ്റ് ബേണർ. അപ്പോൾ ഇത് മെയിൻലി വർക്ക്ഡ് ഓൺ ബൈ ബേണിംഗ് ഫാറ്റ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യുന്നത് വഴിയാണ് ഈ ടാബ്ലറ്റ് മെയിൻ ആയിട്ട് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ത്രൂ ആണ്. ഓക്കെ, പിന്നെ ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീൻ കോഫി സീഡ് എക്സ്ട്രാക്റ്റ് ആണ്. കോഫി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോഫി ഇസ് ദ ബെസ്റ്റ് ഫോർ വെയിറ്റ് ലോസ്. ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ആണത്. അപ്പൊ ഗ്രീൻ കോഫിയുടെ സീഡ് എക്സ്ട്രാക്ട് ഇതിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിങ്ങനെ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഗ്രീൻ ടീ കുടിച്ചാൽ വയറ് കുറയും, ഗ്രീൻ ടീ കുടിച്ചാൽ ഫാറ്റ് കുറയും, ഗ്രീൻ ടീ കുടിച്ചാൽ വെയിറ്റ് ലോസിന് നല്ലതാണ്, സ്ട്രെസ് റിലീഫിന് നല്ലതാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഗ്രീൻ ടീ ഓൾസോ ആൻ ഇൻഗ്രീഡിയൻറ്റ് ഓൺ ദിസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ആണ്. ഗ്രേപ്പ് സീഡ് വെയിറ്റ് ലോസിനെ എഫക്ട് ചെയ്യുന്ന എനിക്ക് അറിയുണ്ടായിരുന്നില്ല, എപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. വേഗൻ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഓക്കെ, കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഓക്കെ ഗൈസ്, പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുള്ള റേഷ്യോസ് ആണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് പ്രൊഡക്ഷൻ, എവിടെയാണ്, അല്ലെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഡിസ്ക്ലൈമർ, ഇതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്രയാണ് പ്രൈസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് കഴിച്ചാലുള്ള ബെനിഫിറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എന്നാൽ ഇതിന്റെ പുറത്ത് എന്തൊക്കെയാണ് എഴുതിയേക്കണമെന്ന് നമുക്ക് നോക്കാം. ഹെൽപ്സ് ടു ഇംപ്രൂവ് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഹെൽപ്സ് ടു മേക്ക് യു ഫീൽ ബെറ്റർ. ഓക്കെ, വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബെറ്റർ ഫീൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്പ് ടു റെഡ്യൂസ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ടാബ്ലറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോണത്. അതായത് ഈ എന്താ പറയുക, വയറ് ചാടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ടാബ്ലറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഗൈസ്. ട്രസ്റ്റ് മീ, ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാനിത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യണത്. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉള്ള ഒരു ടാബ്ലറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഞാൻ കുടിച്ച് 2 ആഴ്ച എങ്ങാണ്ട് ഞാൻ അടുപ്പിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിക്കുന്ന രീതി, ഓക്കെ, ഇത് ഇൻടേക്ക് ചെയ്യുന്ന രീതി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മസ്റ്റാണ്. അതായത് ഇത് വെയിറ്റ് ലോസ് ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ട് ഒരു ലോഡ് എടുത്തിട്ട് ഇങ്ങനെ നോ, ഡോണ്ട് ഡു ദാറ്റ്. ഇതിന് പ്രത്യേകം രീതിയുണ്ട് കൺസ്യൂം ചെയ്യുന്നതിന്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരെണ്ണം ഇൻടേക്ക്, ഡെയിലി 1 ഒരു ടാബ്ലറ്റ് മാത്രമേ ഇൻടേക്ക് ചെയ്യാവുള്ളൂ. അത് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം. ഫുഡിന് മുന്നേ കഴിക്കരുത്, വെറും വയറ്റിൽ കഴിക്കരുത്. ഫുഡ് കഴിച്ചതിന് മാത്രം കഴിക്കാവുള്ളൂ. അതും ആ ഒരു ടൈം ഇന്റർവെൽ, ആ ഒരു ഗ്യാപ്പ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ആ ഒരു ടൈമിൽ തന്നെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു 24 ആണോ, യെസ്, ആ ഒരു 24 hour ഗ്യാപ്പ് അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇന്ന് ഞാൻ രാവിലെ കഴിച്ചു, എന്നിട്ട് നാളെ രാത്രി, ഓക്കെ, എന്നിട്ട് പിറ്റേന്ന് അതിൻ്റെ രാവിലെ, അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ് ടൈം ഗ്യാപ്പ്. അതായത് ഇന്ന് രാവിലെ കഴിച്ച് നാളെ രാത്രി, ഓക്കെ, അത് വലിയൊരു ടൈം ഗ്യാപ്പ്. പക്ഷെ നാളെ രാത്രി കഴിച്ചു, പിറ്റേന്ന് രാവിലെ കഴിച്ചു, അപ്പോൾ അവിടെ 12 hours 6 hours എന്തോ എടുക്കുന്നുള്ളൂ ടൈം ഗ്യാപ്പ്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഡെയിലി ഒരു ടാബ്ലറ്റ് മാത്രമേ കൺസ്യൂം ചെയ്യാവുള്ളൂ, അതും ഫുഡിന് ശേഷം മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൺസ്യൂം ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഓക്കെ, സ്ലിമ്മർ ആൾക്കാർ, അതുപോലെ തന്നെ സ്ലിം ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ 18 ഏജ് ബിലോ ഉള്ള ആൾക്കാർ, പിന്നെ പ്രഗ്നന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ 3 കാറ്റഗറി ഒഴികെ എല്ലാവർക്കും ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല, ആൺ പെൺ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് ഡെയിലി 1. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ആ ഒരു വെയിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ് യൂസേജ് മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുക, മസ്റ്റായിട്ട് നിർത്തണം. നിങ്ങൾ ടാർഗറ്റ് ഉദ്ദേശിച്ച വെയിറ്റ് എത്തിക്കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റോപ്പ് ടു കൺസ്യൂം ദിസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ അകത്ത് എത്ര ടാബ്ലറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ടാബ്ലറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. പ്രൈസ് ഞാൻ മറന്നു കഴിച്ചു. പ്രൈസ് എത്രയായിരുന്നു? ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി അല്ല, ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ടാണ് ഇത് മേടിച്ചത്. ഓക്കെ, ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1299. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം വിലയുള്ള ഒരു ഐറ്റം ആണ്, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ, 1299 ആണ്. 60 ക്യാപ്സ്യൂൾസ് ഉണ്ടാവും. 60 ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ 2 മാസം.
2 മാസത്തേക്കുള്ള ക്യാപ്സ്യൂൾസ് ആണ് ഈ ഒരു ബോട്ടിലിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1299, അതായത് 1300. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടാബ്ലറ്റ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാബ്ലറ്റ് ആമസോണിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ പിൻഡ് കമൻറ്റ് എനിക്ക് തോന്നുന്നത് ഈ കമൻറ്റിനകത്ത് ഇടുന്ന ലിങ്ക് ഒന്നും വാലിഡ് ആവുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇന്ന് ഞാനൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോലും ആഫ്റ്റർ 24 hours കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ലിങ്ക് വാലിഡ് ആയിക്കൊള്ളണമെന്നില്ല. സോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുക്കാം കേട്ടോ. ആമസോണിൽ മാത്രമാണ് ഗൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഞാൻ ഗൂഗിളിൽ പോലും ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും സൈറ്റിൽ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്, ഉണ്ടായിരുന്നില്ല. സോ അപ്പോൾ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്താൽ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ 3 കാറ്റഗറി ഓഫ് ആൾക്കാർ ഈ ടാബ്ലറ്റ് ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. എനിക്ക് പണി മേടിച്ച് തരരുത്. ഓക്കെ, അപ്പോൾ 3 കാറ്റഗറി ഏതാണെന്ന് അറിയാലോ. 18 age ബിലോ ഉള്ള ആൾക്കാർ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, സ്ലിമ്മർ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യരുത്. അതായത് അത് അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് അറിയാം. ഞാനിപ്പോൾ ഈ അടുത്തൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കി ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ആ കുട്ടി മരിച്ച കാര്യം. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ആ ന്യൂസിൻ്റെ അകത്ത് ആ കുട്ടിയുടെ ഫോട്ടോ അടക്കണ്ടായിരുന്നു. നോക്കുമ്പോൾ ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്തിനാണ് വെയിറ്റ് കുറക്കാൻ നോക്കിയെന്ന് ഐ ഹാവ് നോ ഐഡിയ. പക്ഷെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഭയങ്കര സ്ലിം ആയിട്ടുള്ള ആൾക്കാർ പോലും വെയിറ്റ് എങ്ങനെയും കുറയ്ക്കണോ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. സോ ഈ ടാബ്ലറ്റ് സ്ലിമ്മർ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും എടുത്ത് കൺസ്യൂം ചെയ്യരുത്. കാരണം ഇത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും, ഡൈജഷൻ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. ഓക്കെ, സ്ലിമ്മർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡേഞ്ചർ ആയിരിക്കും. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്താ പറയുക, എനിക്ക് ഡിസ്ക്ലൈമർ പോലെ പറയാനുള്ളത്, സ്ലിമ്മർ ആയിട്ടുള്ള ആൾക്കാർ കഴിക്കരുത്. പിന്നെ പ്രഗ്നൻസി സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരും കഴിക്കരുത്. പ്രഗ്നൻസി കഴിഞ്ഞ് പോസ്റ്റ് പ്രഗ്നൻസി പീരീഡിൽ ഇരിക്കുന്ന ആൾക്കാരും ഇത് കഴിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങളൊരു 1 year 2 year ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ടാബ്ലറ്റ് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെയിറ്റ് ലോസ് ടാബ്ലറ്റ് കഴിക്കുമ്പം അതിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും, അത് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക് ആണെങ്കിൽ പോലും അത് നമ്മുടെ ബോഡിയിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തും. അതായത് ബോഡി ചേഞ്ച്, നമ്മുടെ ബോഡിയിൽ സഡൻ ആയിട്ട് ഒരു വെയിറ്റ് ലോസോ അല്ലെങ്കിൽ വെയിറ്റ് ചേഞ്ചോ ഒക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലും എഫക്റ്റ് ചെയ്യും. ഒന്നാമത് നമ്മൾ ആ ഒരു പ്രഗ്നൻസി സ്റ്റേജ് കഴിഞ്ഞിട്ടിരിക്കും, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വെയിറ്റിൻ്റെ ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അത് റെസിസ്റ്റ് ചെയ്യണമെന്നില്ല. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് എനിക്ക് ടാബ്ലറ്റ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് എനിക്കിപ്പോഴും മെസ്സേജ് വരലുണ്ട്, ഇൻബോക്സിൽ ലിങ്ക് ചോദിച്ചുകൊണ്ട്, ഇപ്പോഴും റീൽസ് ഷെയർ ചെയ്തുകൊണ്ടൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. എന്നിട്ടും മെസ്സേജ് സീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ സ്റ്റോറിക്ക് റിപ്ലൈ ഇടും. കാരണം അവർക്ക് അർജൻറ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എടുത്തിട്ട് ആമസോൺ സ്റ്റോറി സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൻ്റെ അകത്ത് ആമസോണിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെക്ഷൻ ഉണ്ട് സ്റ്റോറിക്കകത്ത്. അപ്പോൾ ആ സ്റ്റോറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അവിടെ കാണാം, അതിൻ്റെ ലിങ്ക് അടക്കം കാണാം, ആമസോൺ ലിങ്ക് അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി, അവിടെ നിങ്ങൾക്ക് ആമസോൺ ലിങ്ക് കിട്ടും, ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ ഗൈസ്, എല്ലാവർക്കും കൂടി റിപ്ലൈ കൊടുക്കാൻ വയ്യ, കാരണം 1000+ മെസ്സേജസ് ആണ് അതിനകത്തുള്ളത്. സോ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറേ പേർക്ക് ഡൗട്ടുണ്ട്, ഇത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ആർക്കൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഡൗട്ട്സ് ആണ് ചോദിച്ചതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളും ഞാൻ മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കമൻറ്റ് ബിലോ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ഇതെൻ്റെ ഒരു ജേണി ആയിട്ടൊക്കെ എന്താ പറയുക, ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു എനിക്ക്. പക്ഷെ എനിക്കിത് റിസൾട്ട് കിട്ടുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് മിസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് കിട്ടി കഴിഞ്ഞാൽ ഒരു ജേണി പോലെ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്. ഓക്കെ, എനിവേ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതുപോലത്തെ വെയിറ്റ് ലോസ്, ബ്യൂട്ടി, സ്കിൻ കെയർ, മേക്കപ്പ് അങ്ങനത്തെ വീഡിയോസൊക്കെ സ്ഥിരം ചെയ്യാറുള്ളതാണ്. ആൻഡ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലൂടെ കാണാം. ബൈ.